നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടാക്കിയ വിവാദങ്ങൾ അമ്മ എന്ന സംഘടനയെ കൊണ്ടുചെന്നെത്തിച്ചത് തകർച്ചയുടെ വക്കിലാണ്. അമ്മ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ ഭാരവാഹികൾ നേതൃസ്ഥാനം ഒഴിഞ്ഞു. വിവാദങ്ങളിൽ മറുപടി പോലും പറയാതെയാണ് നേതൃത്വം ഒഴിഞ്ഞത്. മാധ്യമങ്ങൾ ഒന്നടങ്കം അമ്മ സംഘടനയ്ക്കെതിരെ തിരിഞ്ഞു. എന്നാൽ ഇപ്പോൾ തകർച്ചയിൽ നിന്നും തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ഈ സംഘടന. കഴിഞ്ഞ ദിവസത്തെ അമ്മ കുടുംബ സംഗമ വേദിയിൽ സംസാരിച്ച സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. രാജിവെച്ചൊഴിഞ്ഞ അമ്മ സംഘടനാ ഭാരവാഹികൾ തിരിച്ചെത്തി സംഘടനയെ മുന്നോട്ട് നയിക്കണമെന്നായിരുന്നു നടനും MP-യുമായ സുരേഷ് ഗോപിയുടെ ആവശ്യം. സംഘടന കടന്നുവന്ന പാതകളെക്കുറിച്ചും നിർണായകമായ ഘട്ടങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി വേദിയിൽ സംസാരിച്ചു. അമ്മ സംഘടനയുടെ ഖ്യാതി ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നും അതാണ് ഇന്നത്തെ വീഴ്ചയ്ക്ക് കാരണമെന്നും താരം വിമർശിച്ചു. 94 മുതൽ പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് നാട്ടാൻ കഴിഞ്ഞ വെന്നിക്കൊടിയുണ്ട്. അത് പാറിപ്പറക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ട് എന്നും സുരേഷ് ഗോപി വാദിക്കുന്നു. ഞാനും എന്റേതായ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ സംഘത്തിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. മാറി നിന്നേയുള്ളൂ, മാറി വ്യതിചലിച്ചിട്ടില്ല. ഈ സംഘടനയ്ക്കെതിരായി ഒരക്ഷരം വൈകാരികമായി പോലും ഉരിയാടിയിട്ടില്ല. സംഘടനയുടെ അന്തസ് തകരുന്ന തരത്തിൽ ഓരോ കാലത്തുണ്ടായപ്പോഴും പിന്തുണ നൽകുന്ന രീതിയിൽ പുറത്തുനിന്ന് വർത്തിച്ചു. ഞാൻ ഈ സംഘടനയിലെ 1-ാം നമ്പർ അംഗമാണ് എന്നതാണ് എന്റെ ഏറ്റവും വലിയ പെരുമയായി ഞാൻ കരുതുന്നത്. രൂപീകരണ ഘട്ടത്തിൽ എല്ലാവരോടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതാണ്. എനിക്ക് മുൻപ് മോഹൻലാൽ ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം മോഹൻലാൽ എന്തെങ്കിലും വാഗ്ദാനം നമുക്ക് തരുമെന്ന് മോഹിച്ചു പോയി. പക്ഷേ അത് അതിമോഹമാണ് മോനെ എന്ന സിനിമ ഡയലോഗ് പറഞ്ഞ് ഒതുക്കിക്കളയരുത്. 6 മാസം കൊണ്ട് നമ്മളെയൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തിയ സംഘം ഇവിടെ നിന്നും വെറും വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ആ സംഘം ഈ സംഘടനയെ ശക്തമായി തന്നെ മുന്നോട്ട് നയിക്കണം. വീഴ്ചയിൽ നിന്ന് തിരിച്ചു വന്ന് മറുപടി നൽകണം. ഇത് അപേക്ഷയല്ല, ആജ്ഞയായി എടുക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അമ്മ എന്ന പേര് സംഘടനയ്ക്ക് നൽകിയത് സ്വർഗീയനായ മുരളിയാണ്. അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. പുറത്തു നിന്നുള്ള മുതലാളിമാർ പറയുന്നത് അനുസരിക്കില്ല. AMMA എന്ന പേര് അവന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി. ഞങ്ങൾക്ക് സംഘടന അമ്മയാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം അടുത്തിടെ നടന്ന WLF വേദിയിൽ പാർവതി സംഘടനയ്ക്കെതിരെ സംസാരിക്കുകയുണ്ടായി. അമ്മ എന്ന് സംഘടനയെ വിളിക്കേണ്ട എന്നാണ് പാർവതി പറഞ്ഞത്. എപ്പോഴും ആ തിരുത്തൽ വേണ്ടി വരുന്നുണ്ട്. ഒരു കൂട്ടായ്മയെയും പരിഹസിക്കാൻ വേണ്ടിയല്ല, വലിയൊരു പഠനമായിരുന്നു എനിക്കത്. AMMA ആണ്, അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആണ്. ഒരു ക്ലബല്ല, ഒരു കുടുംബവുമല്ല. ഓരോ തവണയും അസോസിയേഷനിൽ പോയി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വിട് പാർവതി, നമ്മളൊരു കുടുംബമല്ലേ എന്ന് പറയും. പഞ്ചായത്തിൽ പണ്ട് കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ്. ആരാണെന്ന് കൈപൊക്കി കാണിക്കും. ഒരു ഘട്ടം കഴിഞ്ഞ് പ്രഹസനമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭിമാനമുള്ളത് കൊണ്ട് ഇറങ്ങാൻ തോന്നും. അതാണ് താൻ ചെയ്തത് എന്നും പാർവതി പറഞ്ഞു. ഇതിന് മറുപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം അമ്മ കുടുംബസംഗമ വേദിയിൽ സുരേഷ് ഗോപി സംസാരിച്ചത്. ഇതോടെ ആരാധകരും ഏറ്റെടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ.